പരിശുദ്ധമായ റജബുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൊല്ലത്തിൽ 5 രാവിനെ നിങ്ങൾ പ്രത്യേകം കരുതണം, ഉപയോഗപ്പെടുത്തണം എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞതിൽ ഒരു രാവ് റജബിലെ ആദ്യത്തെ രാവാണ്. ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തിൽ 5 രാവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയതാണ്, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ. 360ഓളം രാവുകൾ കൊല്ലത്തിൽ നമുക്ക് കിട്ടും. 358ഓളം അറബി വർഷം അനുസരിച്ച് 357ഓളം ദിവസം രാവ് നമുക്ക് കിട്ടും. ഇതിൽ 5 രാവിനെ ഒന്ന് പ്രത്യേകം കരുതണം, ഉപയോഗപ്പെടുത്തണം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ രാവിന്റെ പ്രത്യേകത? ആ രാവിന്റെ പ്രത്യേകത ലാ യുറദ്ദു ഫീഹിന്ന ദുആ. ആ രാവിൽ നിബന്ധനകൾ ഒപ്പിച്ച് പടച്ച റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്താൽ ആ പ്രാർത്ഥന തള്ളപ്പെടുന്നതല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി ചെയ്യുന്ന അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ അമലേതെന്ന് ചോദിച്ചാൽ, ഇബാദത്ത് എന്ന് ചോദിച്ചാൽ എന്തെന്നെ? ദുആയാണ്. അത് വലിയൊരു ഇബാദത്താണ്. നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിലൊന്നും നല്ലോണം ദുആ ചെയ്യും, ഒടുക്കത്തിലും നല്ലോണം ദുആ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഈ ദുആക്ക് പ്രത്യക്ഷത്തിൽ ഇവിടുന്ന് അതിൻ്റെ ഇജാബത്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, തീർച്ചയായും അതൊക്കെയും എന്തിൽ പെടും? വലിയ ഇബാദത്തിൽ പെടും. ചിലപ്പോൾ ചോദിച്ചാൽ അതിനപ്പത്തന്നെ ഇജാബത്ത് കിട്ടും, ചിലപ്പോൾ കുറച്ച് വൈകിട്ട് അല്ലാഹു തരും, ചിലപ്പോൾ ഇവിടുന്ന് തരൂല. ആ ചോദിച്ചതിൻ്റെ ഫലമായി, ആ ചോദിപ്പിച്ചതിൻ്റെ ഫലമായി ആഖിറത്തിൽ ഖൈറായത് അല്ലാഹു തആല ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇജാബത്തില്ലാത്ത ഒരു ദുആയുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ ഇന്നാലിന്ന വിഷയത്തിന് കുറെ കാലമായി വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കതിന് ഫലമൊന്നും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ഏതായാലും തൽക്കാലം ദുആയൊക്കെ നിർത്തിയേക്കാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാനോട് പറയാന്ന് പറഞ്ഞപ്പോൾ അള്ളാനോട് ഇപ്പോൾ കുറെ കാലമല്ലോ. ചില വിഷമങ്ങൾ പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു പ്രയാസം കൊണ്ടാണ്, മനസ്സിൻ്റെ ഇടങ്ങാറുകൊണ്ടാണ്. ചില പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി ഉംറ വരെ നീർച്ചാക്കും, മക്കത്ത് പോയിട്ട് ദുആ ചെയ്യും, മദീനയിൽ റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെന്ന് ദുആ ചെയ്യും. പക്ഷെ ആ പ്രയാസത്തിന് പരിഹാരം കാണൂല. അപ്പാണ്ട് മനം മടുക്കാൻ. എന്നിട്ട് പറയാണ്, കുറെ കാലമായല്ലോ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയിട്ട്, മതി, നിർത്തി, ഇനിയിപ്പം ഞാൻ ചോദിക്കണില്ല. ഞാൻ ചോദിച്ചിട്ട് ഒരു ഫലവും കിട്ടിയില്ല എന്ന് ഒരു ദുആഇനെ കുറിച്ചും പറയാൻ പാടില്ല. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. റമളാനൊക്കെയാണ് വരുന്നത്. ദുആഇന്റെ പുണ്യപ്പെട്ട നിമിഷങ്ങളാണ് റജബ്, ശഅബാൻ, റമളാനൊക്കെ. നമ്മൾ ഒരിക്കലും അതിന് മടുപ്പ് കാണിക്കാൻ പാടില്ല. എത്ര കണ്ട് ചോദിക്കുന്നുവോ അതിനനുസരിച്ച് ആ അബ്ദിനോട് അല്ലാഹ്ക്ക് ഇഷ്ടം കൂടും. ഒരു അടിമ ഇലാഹായ റബ്ബിനോട് എത്ര കണ്ട് ദുആ ചെയ്യുന്നുവോ അതിനനുസരിച്ച അബ്ദിനോട് ജല്ല ജലാലായ റബ്ബിന്റെ താല്പര്യം കൂടുകയും അബ്ദിനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അല്ലാഹ്ക്ക് ദേഷ്യാരോടാണെന്നറിയോ? അള്ളാഹ്ക്ക് പിന്നെ ദേഷ്യാരോടാ? കുറെ ആയല്ലോ ചോദിക്കണേ, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ഇനി ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നവരോട് അള്ളാഹ്ക്ക് മനസ്സിലാവണില്ലേ? ദുആ നിർത്തിവെക്കുന്നവരോട് അള്ളാഹ്ക്ക് മല്ലം ആരാണ് അള്ളാഹ്നോട് ദുആ ചെയ്യാതിരിക്കുന്നത്, ആ വിഷയത്തിൽ മടി കാണിച്ച് പിന്മാറുന്നത്, അവരോട് ഖളിബല്ലാഹു അലൈഹി, അവനോട് അള്ളാഹ്ക്ക് വെറുപ്പാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ ആദ്യം മനസ്സിലാക്കണം, ഞാൻ ഈ നടത്തുന്ന ദുആന്റെ ഇജാബത്ത് എന്താ? ഒന്നിരിക്കെ ആ ചോദിച്ച കാര്യം അപ്പൊ തന്നെ അല്ലാഹു തആല കൊടുക്കും. അത് ദുആന്റെ ഇജാബത്തിന്റെ ഒരു രീതിയാണ്. ചിലപ്പോൾ അല്ലാഹു തആല അപ്പ കൊടുക്കൂല, കുറച്ച് ഒഴുകിച്ചിട്ട് കൊടുക്കും. അതും ദുആന്റെ ഇജാബത്തിന്റെ മറ്റൊരു രീതിയാണ്. പെട്ടെന്ന് കൊടുക്കൂല, കുറച്ച് ഒഴുകിച്ച് കൊടുക്കും. ഇത് രണ്ടും റസൂലുള്ളാന്റെ ദുആക്കൻ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ള ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്ത് സ്പോട്ടിൽ ഇജാബത്ത് കിട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ള ദുആ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് കൊല്ലങ്ങളോളം ഇജാബത്ത് പിന്തിയ സംഭവവും മനസ്സിലായില്ലേ? ഏതാ പെട്ടെന്ന് ഇജാബത്ത് കിട്ടിയത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഉമ്മൊന്ന് മുസ്ലിമായി കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മക്ക് ഹിദായത്ത് കൊടുക്കണം, അതിന് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹിട്ട് ദുആ ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഉമ്മ കുളിക്കുകയാണ്. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഉമ്മ പറയാ, എനിക്ക് മുത്തുനബിയെ കാണണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഹബീബായ നബിയിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഉമ്മ കണ്ട് ദേഷ്യം പിടിച്ചു. സാധാരണ ഉമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ആയിക്കോട്ടെ നോക്കാ, തിരക്കൂട്ടല്ല അബൂ ഹുറൈറ എന്ന് പറയും, അല്ലെങ്കിൽ ഒന്നും മിണ്ടൂല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഒരിക്കലും മുത്തുനബിയെ കുറിച്ച് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്ക് എൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ അമ്മ അത് പറഞ്ഞപ്പോ, നബിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഉമ്മല്ലേ, എന്തേ ചെയ്യാൻ പറ്റുമോ? ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. റസൂലുള്ളാഹിനെ കുറിച്ച് ഉമ്മ അത് പറഞ്ഞതിൽ എൻ്റെ സങ്കടം അസഹ്യമായിരുന്നു. ഞാൻ വേഗം ഓടിച്ചെന്നു. ആരടുത്തേക്ക്? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഹബീബിനോട് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, നബിയേ ഉദുല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ. പൊന്നാര നബിയേ, എൻ്റെ അമ്മക്ക് ഹിദായത്ത് കിട്ടാൻ എത്രയും പെട്ടെന്ന് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾക്കറിയാലോ എൻ്റെ ഉമ്മ അവിശ്വാസിനിയാണ്, വിശ്വസിച്ചിട്ടില്ല. പലപ്പോഴും ഉമ്മയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴും ഉമ്മ അങ്ങനെ മൗനം പാലിക്കും, അല്ലെങ്കിൽ ആയിക്കോട്ടെ ചെയ്യാന്ന് പറയും. പക്ഷെ ഇന്ന് ഞാൻ ഉമ്മാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, ഞാൻ പറയാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്കാണ് ഉമ്മ പറഞ്ഞത് നബിയെ. ഇനി ഉമ്മ അങ്ങനെ പറഞ്ഞു പോയാൽ ഉമ്മയെന്ന് നോക്കൂല, ഞാൻ ഉമ്മാൻ എന്തെങ്കിലും ചെയ്തു പോവും. കാരണം അത്രയും വലിയ ഹുബ്ബാണ് ആരോട്? നിങ്ങൾ ഉറങ്ങിയോ? നബിയോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാൻ എനിക്ക് കഴിയൂല, ഞാൻ ഉമ്മാൻ എന്തെങ്കിലും ചെയ്തു പോവും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്ത് വേണം? എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ ദുആ ചെയ്യണം. ഹബീബായ നബി തങ്ങൾ കൈ ഉയർത്തുകയാണ്. ഇലാഹായ റബ്ബിനോട് എൻ്റെ ഉമ്മക്ക് ഹിദായത്തിനായി ദുആ ചെയ്യുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തുവെന്ന സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ കതക് ഉള്ളിൽ നിന്ന് അടച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മാനെ വിളിച്ചു. ഉമ്മ പറഞ്ഞു, മക്കാനൊക്കെ അബൂ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്ക്, ഞാൻ കുളിക്കുകയാണ്, ഇപ്പൊ വരാന്ന് പറഞ്ഞു. കുളി കഴിഞ്ഞ് ഉമ്മ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ എനിക്ക് കാണണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എൻ്റെ ഉമ്മ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. എൻ്റെ ഉമ്മയെയും കൂട്ടി നിറഞ്ഞ കണ്ണുകളോടെ, സന്തോഷത്തിൻ്റെ കണ്ണീരോടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ ആ ദുആക്ക് ഇജാബത്തിന് ഒട്ടും വഴുകിയോ? വഴിയില്ല. എന്നാൽ ഈ നബി തന്നെ ഒരു വേള ഒരു നിസ്കാരത്തിന് ശേഷം കഅബാലയത്തിൻ്റെ അടുത്തുനിന്ന് മദ്ലൂമായ നിലയിൽ പൊട്ടിക്കരഞ്ഞ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ആ ദുആഇന്റെ ഇജാബത്തിന് കൊല്ലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതും നമ്മൾ ചിന്തിക്കണം. എപ്പോഴാ? കഅബാലയത്തിൻ്റെ പരിസരത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ശത്രുക്കൾ ഒട്ടകത്തിന്റെ ചീഞ്ഞടിഞ്ഞ കുടൽമാല റസൂലുള്ളാഹിന്റെ പെരടിയിൽ കൊണ്ടുപോയി ഇട്ടു. എവിടുന്ന്? ഏതാ സ്ഥലം? കഅബന്റെ അടുത്തുനിന്ന്. കഅബന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ലോകത്ത് ദുആക്ക് ഇജാബത്ത് ചെയ്യാൻ ഇത്ര നല്ല ദുആക്ക് ഇജാബത്തുള്ള ഇത്ര നല്ലൊരു സ്ഥലം വേറെ ഇല്ലല്ലോ. കഅബന്റെ തൊട്ടടുത്തല്ലേ. കഅബ കണ്ടു തുറക്കുമ്പോൾ തന്നെ ഇജാബത്താണല്ലോ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും അവിടെ എത്തിച്ചു തരട്ടെ. ആ പുണ്യഭൂമിയിൽ ചെയ്യേണ്ട അമൽ ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടാതെ, ഹജ്ജിനും ഉംറക്കും തൗഫീക്ക് കിട്ടാതെ അള്ളാഹുവേ ഈ കൂട്ടത്തിൽ ആരെയും നീ കൊണ്ടുപോകരുതേ പടച്ചോനെ. ഞങ്ങളെ റൂഹിനെ പിടിക്കരുതേ റബ്ബേ. പാസ്പോർട്ടൊക്കെ തന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. റമളാനിൽ കുറച്ച് ദിവസം മക്കത്ത് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയോടെ പടച്ചോനെ കാത്തിരിക്കുന്നവരുണ്ട്. ഉംറക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. നീ റാഹത്തായി അഅ്മാലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. അപ്പൊ കഅബന്റെ അടുത്തുനിന്നാണ് ദുആ. നിസ്കാരത്തിലായിരുന്നു മുത്തുനബി. ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ടാണ് ദുആ. മദ്ലൂമാണ് മുത്തുനബി. മദ്ലൂമിന്റെ ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തില്ലേ? ഉണ്ട്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് ഇജാബത്തില്ലേ? ഉണ്ട്. കഅബന്റെ അടുത്തുനിന്ന് കഅബ നോക്കി ദുആ ചെയ്യുമ്പോൾ ഇജാബത്തില്ലേ? ഉണ്ട്. എല്ലാം ഒത്തിട്ടുണ്ട്. പിടന്ന് ഹബീബായ നബി അങ്ങ് ദുആ ചെയ്തു. അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, اللهم عليك بعتبة بن ربيعة، اللهم عليك بعقبة بن أبي معيط، اللهم عليك بهشام بن العاص. دعاء ചെയ്തു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ അബൂജഹലിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. അംർ ബിൻ ഹിഷാം നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഉഖബത്തിനെ ഇങ്ങനെ അവർക്ക് എതിരായിട്ട് ദുആ ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് നടന്ന ബദർ യുദ്ധത്തിലാണ് ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തത്. ഇതെന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ദുആ ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരരുത്. അങ്ങനെ വരുത്താൻ ആര് ശ്രമിക്കും? നിങ്ങൾ എന്തേ വിചാരിച്ചത്? അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ അമൽ, ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ദുആയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ശൈത്താൻ ശ്രമിക്കാതിരിക്കോ? ശൈത്താൻ എങ്ങനെങ്കിലും അത് തടയാനുള്ള ശ്രമം നടത്തും. പടച്ചോനെ അല്ലാഹുവേ, അവന്റെ ചതിയെ തൊട്ട് കാക്കണേ റബ്ബേ. ഈ മജ്ലിസിലൊക്കെ എത്തിപ്പെടുന്നവർ സൗഭാഗ്യവാന്മാരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു മജ്ലിസിൽ എത്ര വലിയ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. ശൈത്താൻ ഇതൊന്നും ഇഷ്ടപ്പെടൂല. അല്ലാഹു അവന്റെ ചതിയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇനി അങ്ങനെയും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയും കിട്ടിയില്ല, പെട്ടെന്നും കിട്ടിയില്ല, വൈകിട്ടും കിട്ടിയില്ല. നിരാശരാവണ്ട സഹോദരാ, നിരാശ വേണ്ട സഹോദരിയെ. ഒന്നിരിക്കെ അല്ലാഹു ഈ അബ്ദിന് ദുനിയാവിൽ ഇത് കിട്ടുന്നതിനേക്കാൾ ഖൈറ് ആഖിറത്തിലാണെന്ന അല്ലാഹുവിന്റെ അറിവ് കാരണം ആഖിറത്തിലേക്ക് ഇജാബത്ത് അല്ലാഹു പിന്തിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാൻസർ വന്നു. നല്ലോണം രാവും പകലും ദ്വാരിപ്പിച്ചു, മാറണം പടച്ചോനെ, മാറണം. പക്ഷെ മാറിയില്ല. ആ ക്യാൻസറോട് അയാളാണ്ട് മരിച്ചു. നിങ്ങൾ പറ, ഈ ചെയ്ത ദുആക്ക് വെറുതാവോ? ആവോ? ഇല്ല. പിന്നെ അല്ലാഹു പരലോകത്ത് ഇവന് ഭയങ്കര അനുഗ്രഹം കൊടുക്കും. ആ ദുആഇന്റെ ഫലമായി പരലോകത്ത് വലിയ ദർജ കൊടുക്കും. ഇവനെ അല്ലാഹു വിളിക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, അല്ല നീ എന്നോട് ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നോ? അപ്പൊ അല്ലാഹുവിനോട് പറയും, ഞാൻ പലതിനും വേണ്ടി ദുആ ചെയ്തിരുന്നു. എന്നിട്ട് ഇജാബത്ത് കിട്ടിയോ? ആ ചിലതൊക്കെ ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. ഇജാബത്ത് കിട്ടാത്തതുണ്ടോ? ഉണ്ട് പടച്ചോനെ, ഇങ്ങനൊരു വിഷയത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ദുആ ചെയ്തിട്ട് എനിക്ക് ഇജാബത്ത് കിട്ടിയിട്ടില്ല. അല്ലാഹു പറയുമെടാ, നീ എന്നോട് ചെയ്ത ആ ദുആ ഞാൻ അറിയാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ അല്ല,
നിനക്ക് അവിടെ അത് കിട്ടുന്നതിനേക്കാൾ ഹൈറ് ഇവിടെ നിന്നിങ്ങനെ ചില കാര്യങ്ങൾ കിട്ടലാണ്. ആ ദുആഇന്റെ ഫലമായി ഇതാ ഇന്നാലിന്ന കാര്യങ്ങൾ നിനക്കിവിടെ നൽകുകയാണ്, പോ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞ് അനുഗ്രഹങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് അവനെ അള്ളാഹു പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ദുനിയാവിൽ നിന്ന് ദുആക്കൊക്കെ ഇജാബത്ത് കിട്ടിയ ചില ആളുകൾ പറയും, പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ഹൈറൈന് പകരം നീ കൊടുക്കുകയാണെങ്കിൽ ദുനിയാവിൽ നിന്ന് എൻ്റെ എല്ലാ ദുആവും നീ എന്ത് ചെയ്യണ്ടായിരുന്നു? സ്വീകരിക്കണ്ടായിരുന്നു. എൻ്റെ ദുആ കൂടുതലും ആഖിറത്തിലേക്ക് ഇജാബത്തിന് വേണ്ടി ഇങ്ങോട്ട് പിന്തിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പോകുമെന്ന് ആരോ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും നിരാശരാവണ്ട, അല്ലാഹുവേ ഞങ്ങൾക്ക് പൊറുക്കണേ, അങ്ങനെ ഒരു വാക്യം നമ്മളിവിടെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം ദുനിയാവിൽ നിന്നോ ആഖിറത്തിൽ നിന്നോ നമുക്ക് കിട്ടും. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നില്ല കൂലി കിട്ടൂലേ, അതേമാതിരി അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങൾക്ക് ഹൈറ് തരണേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ, ഞങ്ങളെ ബുദ്ധിമുട്ട് തീർത്ത് തരണേ, ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ, കുടുംബത്തിൽ ഐക്യം തരണേ, ഇതൊക്കെ ദുആയാണ്. അതിനൊക്കെ കൂലി കിട്ടും, അതിലൊരു സംശയമില്ല. ഇജാബത്തും കിട്ടും, കൂലിയും കിട്ടും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ടിതാ ഇന്നത്തെ രാത്രി എൻ്റെ മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഖംസുലയാലിന് ലാ യുറദ്ദു ഫീഹിന്ന ദുആ. 5 രാത്രികൾ കൊല്ലത്തിൽ, ആ രാത്രിയിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതിലൊന്ന് ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ രാവാൻ. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവുകളെ കൂട്ടത്തിൽ ഒരു പ്രത്യേകതയുള്ള വെള്ളിയാഴ്ച രാവാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്തിട്ട് അവർ ശാരീരിക ബന്ധം പുലർത്തിയത് റജബിൻ്റെ ആദ്യത്തെ രാത്രിയാണ്. അതൊരു ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയായിരുന്നു. അതാണ് റജബിന് മഹത്വമുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു ഈ രാവിലൊക്കെ അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് അലിഞ്ഞു ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ലൈലത്തുൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവും. 2 അവ്വലു ലൈലത്തിൻ മിൻ റജബ, റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രിയാണ്. റജബിലെ ആദ്യത്തെ രാത്രി ഇന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാകുന്ന രാത്രി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവാണ്, ബറാഅത്തിന്റെ രാവാണ്. പിന്നെ വലൈലത്ത അൽ ഈദ്, 2 പെരുന്നാളിന്റെ രാവുകൾ. 2 പെരുന്നാളിന്റെ രാവുകൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ. ഈ 2 പെരുന്നാൾ രാവുകളും ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇന്നത്തെ രാത്രിയെ തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ആവുന്നത്ര അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലന്നെ, ഇസ്തിഗ്ഫാർ തേടുക, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് വർദ്ധിപ്പിക്കുക. എല്ലാ രാത്രിയിലും നമ്മൾ ഓതാറുള്ള സൂറത്തുൽ മുൽക്ക് ഓതുക, എല്ലാ രാത്രിയിലും ഓതാറുള്ള സൂറത്തുൽ വാഖിയ ഓതുക, എന്നും ഓതൽ സുന്നത്തുള്ള സൂറത്ത് യാസീൻ ഓതുക. ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണോ നമ്മൾ റബ്ബിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഹൈറായ നിലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പച്ച മലയാളത്തിൽ ഒന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുക. ഹംദർപ്പിക്കുക, പിന്നെ നബിയുടെ മേൽ സലാത്തും ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നമുക്കുദ്ദേശം എന്തൊക്കെയുണ്ടോ അതൊക്കെ തുറന്നങ്ങോട്ട് പറയന്നെ. പടച്ചോൻ തൗഫീക്ക് തരട്ടെ. നമ്മൾ മാത്രം ചെയ്യുക എന്നതിന് പകരം നമ്മളെ വീട്ടുകാരെയും അയൽവാസികളെയും കുടുംബങ്ങളെയും ഒക്കെ ഇതറിയിച്ച് അവരെ കൂടി ഈ ഒരു രാത്രിയെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രേരിപ്പിക്കണം കേട്ടോ. അതൊക്കെ വലിയൊരു ഹൈറാണ്. അദ്ദാല്ലു അലാ ഖൈരിൻ കഫാഇലിഹി, ഒരാൾ മറ്റൊരാൾക്കൊരു ഹൈർ അറിയിച്ചു കൊടുത്താൽ ആ അറിയിച്ചു കൊടുത്തവൻ അത് പ്രവർത്തിച്ചവനെ പോലെയായെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനേ ഈ മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
5 മാസങ്ങളെക്കുറിച്ച് 4 മാസങ്ങളെക്കുറിച്ച് അള്ളാഹു പ്രത്യേക ഹുർമത്ത് നൽകപ്പെട്ട മാസമാണെന്ന് പറഞ്ഞതിൽ ഒന്ന് പരിശുദ്ധമായ റജബ് മാസമാണ്. ശ്രദ്ധിക്കണേ. കൊല്ലത്തിൽ 4 മാസത്തെക്കുറിച്ച് പറഞ്ഞു, പ്രത്യേക ഹുർമത്തുള്ള മാസമാണ്. അതിലൊന്ന് റജബാണ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ്സമാവാതി വൽ അർള്. അല്ലാഹു ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ 12 മാസങ്ങളെയാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പരിഗണനയുണ്ട്. എന്താണ് ആ 4 മാസത്തിന്റെ ഒരു പ്രത്യേകത? ഒന്ന്, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ആ മാസത്തിൽ യുദ്ധം ഹറാമാണ്, യുദ്ധം പാടില്ല. പിന്നെ ആ ഒരു മാസത്തിന്റെ ഹുർമത്ത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു മാസത്തിലും തെറ്റ് ചെയ്യാൻ പാടില്ലെങ്കിലും ഈ പറയപ്പെട്ട മാസത്തിൽ തെറ്റ് ചെയ്യുന്നതിൻ്റെ ശിക്ഷ ഭയങ്കര ഗൗരവമായിരിക്കുമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബാ വത്താഅതു ഫീഹാ അക്സറു സവാബാ. അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബാ. ഈ ഒരു മാസത്തിൽ തെറ്റ് ചെയ്യുന്നത് അശദ്ദു ഇഖാബൻ, ഗൗരവമുള്ള ശിക്ഷ. ആ ശിക്ഷയുടെ ഗൗരവം അതിയായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാവൽ നൽകട്ടെ. വത്താഅതു ഫീഹാ അക്സറു സവാബ. ഇതിൽ എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിലോ കൂലി അപാരമായിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് റജബ്. റജബിന് വലിയ പ്രാധാന്യമുണ്ട്. ചില മഹാന്മാരൊക്കെ റജബിൻ്റെ മുമ്പ് രോഗം ബാധിച്ച് മരിക്കോ എന്ന ഒരു ആശങ്കയിലെത്തിയപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്തത് എന്തിനാണെന്നറിയോ? പടച്ചോനെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് റജബിന് മരിപ്പിക്കണേ റബ്ബേ. ജമാദുൽ ഉഖ്റയിൽ രോഗം മൂർച്ഛിച്ചു. രോഗം വല്ലാതെ കൂടിയപ്പോൾ അവർ അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അല്ലാ നീ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജമാദുൽ ഉഖ്റയിൽ മരിപ്പിക്കുന്നതിന് പകരം ഒന്നും കൂടി നീട്ടി തന്നിട്ട് എപ്പം മരിപ്പിക്കുക? റജബിൽ മരിപ്പിക്കുക. ഉറക്ക് വരുന്നുണ്ടോ? ഒന്ന് ഉഷാറായിട്ടൊരു 3 സ്വലാത്ത് ചൊല്ലിയ ഉറക്കൊക്കെ ഒന്ന് പോട്ടെ. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് വിളിക്കുക. അള്ളാഹു നല്ല ഉണർവ് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ സ്വലാത്ത് സ്വീകരിക്കണേ റബ്ബേ, ഈ സ്വലാത്ത് കബൂലാക്കണേ റബ്ബേ. ശൈത്താനെ എല്ലാ നിലക്കും മറികടക്കാനുള്ള ഒരു ശക്തിയാക്കി ഈ സ്വലാത്ത് ഞങ്ങൾക്ക് മാറ്റിത്തരണേ റബ്ബേ. ഈ റജബിനെയും ഷഅബാനെയും റമളാനെയും ഒക്കെ നല്ല ഉണർവോടെ ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് തരണേ റബ്ബേ. ചില ആളുകൾ ഈ ഉറക്കൊണ്ട് വല്ലാതെ ഇടങ്ങാറാവും. നിസ്കാരത്തിൽ പോലും ഉറങ്ങപ്പടുത്ത് ഉംറക്ക് പോയി വന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. മക്കത്ത് ചെന്നിട്ട് പോലും അത്തയ്യാത്തിലിരുന്നാൽ എൻ്റെ പണി ഉറങ്ങാം. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവുമോ? സ്വീകരിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് ആലോചിച്ച് നോക്കിയാണ്. ആ ഒരു കാര്യത്തിൽ വലിയ വേദന ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുക? ഇരിക്കുമ്പോഴത്തേക്ക് ഉറക്കം തൂങ്ങുക. അങ്ങനത്തെ ഒരു തരം ക്ഷീണം, ഒരു മടുപ്പ്, ഒരു അസ്വസ്ഥത അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഈ കൂട്ടത്തിലുള്ളവർ മുസാഫ് എടുക്കുമ്പോഴത്തേക്ക് ഉറക്കം തൂങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മുസാഫ് വീണ് എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിൽ പ്രതീക്ഷയോടെ മുസാഫ് എടുക്കും. ഖുർആൻ ഓതണമെന്ന താല്പര്യത്തോടെ മുസാഫ് എടുക്കും. ഓത്ത് തുടങ്ങിയത് ഓർമ്മ ഉണ്ടാവും, പിന്നെ മുസാഫ് വീഴുമ്പോഴാണ് ഉണരുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ, അതൊക്കെ വലിയൊരു പരീക്ഷണമാണ്. അതുപോലൊരു പരീക്ഷണം തന്നെയാണ് ഈ ഖുർആൻ എടുക്കുമ്പോൾ ഉറക്ക് വരിക, നിസ്കാരത്തിൽ ഉറക്ക് വരിക. അതുപോലൊരു പരീക്ഷണമാണ് ഇൽമിൻ്റെ മജ്ലിസിൽ. കേൾക്കണുണ്ടോ? ഇത് ഉണർന്നിരുന്നാലേ ഇത് കേൾക്കുള്ളൂ. അള്ളാഹു കാവൽ നൽകട്ടെ. അള്ളാഹു പൂർണ്ണമായ ഉണർവും റാഹത്തും സലാമത്തും നമുക്ക് തരട്ടെ.
ഉറങ്ങേണ്ട സമയത്തൊക്കെ നന്നായി നല്ല റാഹത്തുള്ള ഉറക്കം അനുഭവിക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്നാലോ രാത്രി കിടന്നാൽ ഉറക്കില്ല. ചിലർക്ക് മുസാഫ് എടുക്കുമ്പോഴത്തേക്ക് ഉറക്ക് വരും, രാത്രി കിടന്നാൽ ഉറക്കില്ല. അങ്ങനത്തെ പരീക്ഷണങ്ങളുള്ളവരുണ്ടല്ലോ. അള്ളാഹുവേ, ഞങ്ങളെല്ലാ കാര്യങ്ങളും തേടാൻ വേണ്ടി കൂടിയാണ് ഇവിടേക്ക് അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ ശുറൂറിൽ നിന്നും പരിപൂർണ കാവൽ നൽകണേ അല്ലാ. അപ്പം എന്തേ പറഞ്ഞത്? മഹാന്മാരിൽ ചിലര് ജമാദുൽ ഊലയിൽ രോഗബാധിതരായി മരിക്കോ എന്ന് ഭയപ്പെട്ടപ്പോൾ അങ്ങനെ മരിപ്പിക്കുകയാണെങ്കിൽ റജബ് വരാൻ നീട്ടി തന്നിട്ട് റജബിൽ മരിപ്പിച്ചാൽ മതിയെന്ന്. എന്തേ കാര്യം സഹോദരാ സഹോദരി? കാന ബഅ്ളുൽ ഉലമാഇ സ്വാലിഹീൻ, ചില മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഉലമാക്കളായിരുന്നു. ഖദ് മരിള ഖബ്ല ശഹരി റജബിൻ, റജബിന്റെ മുമ്പുള്ള മാസത്തിൽ അവർ രോഗിയായി. രോഗം വല്ലാതെ മൂർച്ഛിച്ച് മരണപ്പെടുമോ എന്ന ആശങ്കയിലായപ്പോൾ ഫഖാല, ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവിനോട് ദുആ ചെയ്തു. അന്നീ ദഅൗതുല്ലാഹ് അൻ യുഅഖിറ വഫാതി ഇലാ ശഹരി റജബ്. അല്ലാഹ്, റജബിലേക്ക് നീ എൻ്റെ മൗത്തിനെ പിന്തിക്കണേ റബ്ബേ. അങ്ങനെ എന്തേ കാര്യം? ഫഇന്നഹു ബലഗനി അന്ന ലില്ലാഹി ഫീഹി ഉതഖാ, റജബിൽ മരണപ്പെട്ടാൽ നരകത്തിൽ നിന്ന് എഴുത്തക്ക് കിട്ടുമെന്ന് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. റജബിൽ ഒരുപാട് ആളുകൾക്ക് എഴുത്തക്ക് നൽകുമെന്ന് ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മരണം നീ കണക്കാക്കിയാൽ അത് റജബിലാക്കണം. فبلغه الله ذلك فمات في شهر رجب. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി റജബിൽ മരണപ്പെട്ട മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ആദരവ് കൽപ്പിക്കേണ്ട ഒരു മാസം പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരു ഉണർവുണ്ടാക്കേണ്ട മാസാണ് റജബ്. ശഅബാനിലേക്കും റമളാനിലേക്കും ഉണർവുണ്ടാക്കേണ്ട മാസാൻ. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് റജബുൻ ശഹറുൽ ഇസ്തിഗ്ഫാർ വശഅബാനു ശഹറുസ് സ്വലാഹ് വറമളാനു ശഹറുൽ ഖുർആൻ. റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസാണ്. അള്ളാഹിനോട് ധാരാളമായി പൊറുക്കലിനെ തേടേണ്ട മാസാണ് റജബ്. വശഅബാനു ശഹറുസ് സ്വലാഹ്, ശഅബാൻ സ്വലാത്തിന്റെ മാസാണ്. അതെന്തേ അങ്ങനെ? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്ത് ഇറങ്ങിയ മാസം ഏതാ? ശഅബാൻ. സ്വലാത്തിന്റെ മാസം ഇറങ്ങിയ മാസം ശഅബാനാണ്. അതുകൊണ്ട് വശഅബാൻ ശഹറുസ് സ്വലാഹ്, ശഅബാൻ സ്വലാത്തിന്റെ മാസാണ്. വറമളാനു ശഹറുൽ ഖുർആൻ, റമളാനോ അത് ഖുർആന്റെ മാസമാണ്. കാരണം ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് റജബിൽ പരമാവധി യാ അബ്ദു അഖ്ബിൽ മുനി ബൻ വഖ്തനിം റജബ ഫഇന്ന അഫ്വിയ മൻ തബ ഖദ് വജബ ഫി ഹാദിഹിൽ അശ്ഹൂരിൽ അബ്വാബു ഖദ് ഫുതിഹത് ലിത്തായിബിന ഫകുല്ലു നഹ്വനാ ഖരിബാ. എന്തൊരു വാക്കാണിതൊക്കെ. സമയവും സന്ദർഭവും അനുസരിച്ച് മുഅ്മിനീങ്ങൾക്ക് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണമെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഫളിലുള്ള വിജ്ഞാനം സന്ദർഭത്തോട് ചേർന്ന വിജ്ഞാനമാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ സമയത്ത് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമ്മളെ ഉള്ളിൽ തട്ടണം, ഇത് കൽബിലേക്ക് കയറണം, ഇതുകൊണ്ടൊരു രക്ഷ നമുക്ക് കിട്ടണം. ഇന്നത്തെ രാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി റജബും ശഅബാനും റമളാനും ഖുർആനോത്തുകൊണ്ടും ദിക്റുകൾ കൊണ്ടും ഇലാഹായ റബ്ബിൽ ലയിച്ചു ചേർന്നും എല്ലാ നിലക്കുള്ള നന്മയിലെത്തിപ്പെട്ടും പരമാവധി ഇങ്ങനെയുള്ള മജ്ലിസ് കൊണ്ടൊക്കെ ആഖിറം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് കിട്ടിയും അള്ളാഹു നമ്മൾ
ആഗ്രഹിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട അടിമേ, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോ. വഗ്തനിം റജബാ, റജബിനെ മുതലാക്കേണ്ടതാ. റജബിനെ ഉപയോഗപ്പെടുത്തിക്കോ, മുതലാക്കിക്കോ. എന്തേ കാര്യം? ആര് റജബിൽ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയോ അവർക്ക് അല്ലാഹുവിന്റെ അഫ്വ് നിർബന്ധമാണ്. മനസ്സറിഞ്ഞ് ആര് അല്ലാഹുവിനോട് റജബിൽ അഫ്വ് ചോദിക്കുന്നുവോ, തൗബ തേടുന്നുവോ, അവർക്ക് അല്ലാഹുവിന്റെ അഫ്വ് നിർബന്ധം. ഇന്നത്തെ രാവ് അതിന് ഏറ്റവും പറ്റിയൊരു രാവാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. من تاب قد وجب في هذه الأشهر الأبواب قد فتحت للتائبين فكل نحونا هربا. നമ്മിലേക്ക് ആര് അടുക്കുന്നുവോ അവർക്ക് വേണ്ടി ഈ മാസത്തിൽ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുന്നതാണ്. അള്ളാഹ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു അബ്ദ് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഒരു ചാണെടുത്താൽ അള്ളാഹു ആ അബ്ദിലേക്ക് ഇങ്ങോട്ടൊരു മുഴക്കും. ഓർപ്പിച്ചോളൂ, നമ്മൾ ചെയ്യേണ്ട ഒരു പണി മനസ്സൊന്ന് നന്നാക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കുക. ഒരു ചാൺ ഒരു അബ്ദ് അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാന്റെ ഒരു പ്രത്യേകത, നീ തെറ്റ് ചെയ്തവനല്ലടാ, നിന്നിൽ പോരായ്മയുള്ളവനല്ലടാ, നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് അബ്ദിനെ അള്ളാഹു മാറ്റി വെക്കോ? ഒരു ചാൺ അങ്ങോട്ട് എടുക്കുമ്പോൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അഫ്വ് കൊടുത്തിട്ട് അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ട് അടുക്കും. ഇനി അടിമ അങ്ങോട്ട് ഒരു മുഴമാണ് അടുക്കുന്നതെങ്കിൽ അള്ളാന്റെ പ്രത്യേകത, അള്ളാഹു അടിമയിലേക്ക് ഇങ്ങോട്ടൊരു മാറെടുക്കും, ഒരു മാറെടുക്കും. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അടിമ അള്ളാഹുവിലേക്ക് നടന്നാണ് പോകുന്നതെങ്കിൽ അല്ല പറഞ്ഞതാണ്, ആ അടിമയിലേക്ക് ഞാൻ ഓടിയടുക്കുന്നതാണ്. അതൊക്കെ ഒരു പ്രയോഗമാണ്. അടിമ അള്ളാഹുവിലേക്ക് നടന്നാണ് പോകുന്നതെങ്കിൽ അള്ളാഹു അടിമയിലേക്ക് ഓടിയടുക്കും. ആ അള്ളാഹുവിനോട് ചോദിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മാസം പടച്ചോനെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. ചില ആളുകൾക്ക് തൗഫീക്ക് കിട്ടൂല, അതൊരു വിഷയമാണ്. ചില ആളുകൾക്ക് പുണ്യദിനങ്ങൾ വരുമ്പോൾ തൗഫീക്ക് കിട്ടാത്തവർ ഹതഭാഗ്യവന്മാരാണ്. അള്ളാഹു കാക്കട്ടെ. റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടത്, ശ്രേഷ്ഠമായ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസത്തെ ഉൾക്കൊള്ളാനും ഉപയോഗപ്പെടുത്താനുമുള്ളൊരു മനസ്സ് വരിക, അതിന് ശ്രമിക്കുക, അതിനുള്ള അവസരം കിട്ടുക. ഇത് നല്ലവരുടെ അടയാളാണ്. അങ്ങനെയാണ്, ഇത് നല്ലവരുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ പറയുന്നൊരു സംഭവമുണ്ട്, ഒന്ന് ശ്രദ്ധിക്ക്. ഈ റജബ്, ഷഅബാൻ, റമളാൻ, റജബിലെ 27, ഷഅബാൻ 15, ഇങ്ങനെയുള്ള പുണ്യപ്പെട്ട ദിവസങ്ങൾ, മുഹറം 10, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യന് ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം അള്ളാഹു കൊടുക്കും. അത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം അള്ളാഹു കൊടുക്കും. ഒരാളോട് അള്ളാഹ്ക്ക് ദേഷ്യാണെങ്കിൽ അങ്ങനെയുള്ള ദിവസത്തോട് പോലും അങ്ങനെയുള്ള ദിവസത്തോട് പോലും ഒരു വെറുപ്പിട്ട് കൊടുത്ത് അള്ളാഹു അയാൾ അതിൽ നിന്ന് അകറ്റുമെന്ന് ആര് പഠിപ്പിച്ചു? ഇമാം ഗസ്സാലി തങ്ങൾ പഠിപ്പിച്ചു. അതങ്ങനല്ല എന്ന് പറയണമെങ്കിൽ പിന്നെ ഇമാം ഗസ്സാലി തങ്ങളെക്കാൾ വലിയൊരാൾ ഇവിടെ വരണം. അത് വന്നിട്ടുണ്ടോ? ഇമാം ഗസ്സാലി തങ്ങൾക്ക് ശേഷം ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരാള്, ഹർച്ചോനെ ഞങ്ങൾ അദ്ദേഹത്തെക്കാളൊക്കെ വലിയ ആളാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് അഹങ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു കാക്കട്ടെ. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഹിയയിൽ ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല ഇദാ അഹബ്ബ അബ്ദൻ, ഒരടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലത്തി ബിഫവാളിലിൽ അമാൽ,
ശ്രേഷ്ഠമായ ദിവസങ്ങളും സമയങ്ങളും വരുമ്പോൾ ശ്രേഷ്ഠമായ അമലുകൾ ചെയ്യാനുള്ളൊരവസരം അള്ളാഹു അയാൾക്ക് കൊടുക്കും. അള്ളാഹു നമുക്ക് തന്ന തൗഫീക്ക് നിലനിർത്തി തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. തൗഫീക്കുകളൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിനരാത്രങ്ങളെയൊക്കെ ശ്രേഷ്ഠമായ അമലുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ധന്യമാക്കാൻ അള്ളാഹു സൗഭാഗ്യം തരട്ടെ. ഇനി വൈദാ മഖത്തഹു, ഒരടിമയോട് അള്ളാഹ്ക്ക് വെറുപ്പാൻ, ആ അടിമയോട് അള്ളാഹ്ക്ക് ഇഷ്ടല്ല. എന്നാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളില ബിസയ്യിൽ അഅമാൽ ലിയകൂന ദാലിക ഔജഅ ഫീ ഖാബിഹി വഅശദ്ദ ലുഖ്മതുഹു ലിഹിർമാനിഹി ബറകത്തൽ വഖ്തി വൻതിഹാകിഹി ഹുർമത്തൽ വഖ്തി. ആദരിക്കപ്പെടേണ്ട ദിവസം വരുമ്പോൾ അതിനോടൊരു പുച്ഛം തോന്നിയിട്ട് ഒരു നന്മയും ചെയ്യാതെ തിന്മയിലൂടെ കടന്നു പോകുക എന്നതായിരിക്കും ഒരടിമയോട് അള്ളാഹ്ക്ക് വെറുപ്പാണെങ്കിൽ ആ അടിമക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു കാക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ ചില മനുഷ്യന്മാരൊക്കെ, ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ റജബ് 27 വരികയാണെങ്കിൽ എന്താണ് പീനത്ര വലിയ മഹത്വം, എന്താണ് പീനത്ര വലിയ ഫലായില്, എന്താ അപ്പം അതിൻ്റെയൊക്കെ ആവശ്യം? അങ്ങനെ ഒരു പ്രത്യേക മഹത്വം ഒന്നും ഒരു രാവിനും ഇല്ല, ഒരു പ്രത്യേക ശ്രേഷ്ഠത ഒന്നൊരു ദിവസത്തിനും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് അത് ചെയ്യൂല, ചെയ്യുന്നവരെ ചെയ്യാനൊട്ട് സമ്മതിക്കൂല. അള്ളാഹു കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയണേ. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഒരു അസുലഭ മുഹൂർത്തമാണിത്. ഇത് ഉപയോഗപ്പെടുത്താനുള്ള നല്ല പ്രതിജ്ഞ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. റബ്ബെ നീ സഹായിക്കണേ പടച്ചോനെ. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പരമാവധി നന്മ ചെയ്യാനുള്ള സമയം ഉപയോഗപ്പെടുത്തണം, അതിലേക്ക് ഉളരണം. പിന്നാവാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം ആകുമ്പോഴത്തെ ഒരു പക്ഷേ കാഫിറാകുന്നൊരവസ്ഥയാണ്. റബ്ബേ അല്ലാഹു കാക്കട്ടെ. അങ്ങനെ അതിലൊരു സംശയവുമില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിറു ബിൽ അമാൽ, പരമാവധി സ്വാലിഹായ അമലുകളെ നിങ്ങൾ ഉലരിച്ചോളൂ, നാളത്തേക്ക് കാത്തു നിൽക്കണ്ട. ബാദിറു ബിൽ അമാലി ഫിതന, ഫിത്ന ആകെ നിങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ മുമ്പ് സാലിഹായ അമലുകൾ കൊണ്ടുളരണം. അതിശക്തമായ കൂരിരുട്ട് പോലെയുള്ള ഫിത്നയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറാകും. വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ നേരം വെളുക്കുമ്പോഴത്തേക്ക് കാഫിറാകും. കുറഞ്ഞ ദുനിയാവിന് വേണ്ടി ദീനിനെ വിൽക്കുന്ന കാലഘട്ടം വരും. അള്ളാഹു കാക്കട്ടെ. നമുക്ക് വലിയ വിഷയ. രാവിലെ മുഅ്മിനായവൻ എങ്ങനെ പെട്ടെന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കാഫിറാവുക? നിങ്ങളറിയോ, ഇന്ന് ഈ യുക്തിവാദ ചിന്താഗതികളൊക്കെ സമൂഹത്തിൽ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ക്ലബ്ബുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഉപയോഗപ്പെടുത്താനായി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ കോളേജുകളിലും മറ്റ് ക്യാമ്പസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല ശ്രദ്ധ നമുക്കുണ്ടാവണം. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഉംറക്ക് വന്നൊരു വാപ്പിയും എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഉംറ മോളെ കാര്യത്തിന് വേണ്ടിയാണ്. എന്താ മോളെ കാര്യം? മോളെ കാര്യം തന്നെ. ഓളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ അവൾ നിസ്കരിക്കൂല. എന്തിനാ നിസ്കാരം? എനിക്കതിൽ വിശ്വാസമല്ല. അള്ളാഹുവിൽ വിശ്വാസം നിങ്ങൾ വിശ്വസിച്ചോളി, എനിക്കതിൽ വിശ്വാസമല്ല എന്ന് 10ാം ക്ലാസ് മദ്രസ പോയ മോളാ ഓളിപ്പോൾ പറയണത്. എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല. നബിയെക്കുറിച്ച് പറയുമ്പോൾ ചിരി, ഖുർആനെ കുറിച്ച് പറയുമ്പോൾ പരിഹാസം, ആഖിറത്തിന്റെ കാര്യത്തിൽ വിശ്വാസമല്ല. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ വലിയ വേദനയില. ആ മകളെ മനസ്സൊന്ന് മാറി ഹിദായത്ത് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉംറ നേർച്ചയാക്കിയതെന്ന് ഉമ്മയും ബാപ്പയും പറയാൻ. ക്യാമ്പസിലൊക്കെ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് യുസ്ബിഹു റജുലു മുഅ്മിന, രാവിലെ മുഅ്മിനായി പോയവർ വൈകുന്നേരം വയുംസി കാഫിറ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാഫിറായി വരിക. അള്ളാഹുവിൽ തന്നെ സംശയമുള്ളവരായും നിരീശ്വരവാദികളായും മാറുന്ന ഒരു കാലഘട്ടം. ലിബറൽ ചിന്താഗതികൾ സമൂഹത്തിൽ ആ നിലയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാക്കട്ടെ. ഇത് വ്യാപിച്ചു പോയി.
ആണ് പെണ്ണ് എന്ന് 2 വർഗമൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. ആണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഓരോരുത്തർക്കും അധികാരമുണ്ട്. ജന്മന ഒരു കുട്ടിയും ആണായോ പെണ്ണായോ പിറക്കുന്നില്ല എന്നാണ് ലിബറൽ കാഴ്ചപ്പാട്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുകയാണ് ഞാൻ ആണാവുക എന്നാണ് ഞാൻ പെണ്ണാവുക എന്നാ പെണ്ണ്. ഇത് തമാശ പറയുകയല്ല, ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. സെക്സൊക്കെ അതിനങ്ങനെ പ്രത്യേക നിർണയത്തിന്റെ ആവശ്യമൊന്നുമില്ല. പരസ്പരം ആണുങ്ങൾക്ക് വേണമെങ്കിലാവാം, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലാവാം, കുടുംബവുമായിട്ടാവാം, മാതാപിതാക്കളുമായിട്ടാവാം. അതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല. ഇതിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ ലിബറൽ ചിന്താഗതികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാവൽ നൽകട്ടെ. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബാദിറൂ ബിൽ അഅ്മാലി സ്വാലിഹാ, പരമാവധി ഉള്ള സമയവും സന്ദർഭവും ഉപയോഗപ്പെടുത്തണം. പുണ്യപ്പെട്ട ദിനരാത്രങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഈ ദീൻ, ഈ അല്ലാഹുവിലുള്ള വിശ്വാസം, ദീനുൽ ഇസ്ലാമിലുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ കാവൽ നൽകട്ടെ. എല്ലാ ദുഷിച്ച ചിന്താഗതികളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും, അധാർമികതകളിൽ നിന്നും നമ്മയും നമ്മുടെ പൊന്നുമക്കളെയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു കാക്കട്ടെ. ദുആ ചെയ്യണം. ഇങ്ങനെയുള്ള മജ്‌ലിസൊക്കെ കിട്ടുമ്പോൾ പരമാവധി മക്കളെ കാര്യത്തിലൊക്കെ നമ്മൾ ദുആ ചെയ്യണം, ചെയ്യിപ്പിക്കണം. മറക്കരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളത് അവരുടെ രക്ഷയ്ക്ക് ഏറ്റവും വലിയ സംഗതിയാണ്. പ്രത്യേകിച്ച് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ദുആക്ക് ഭയങ്കര ജാപത്താണ്. മക്കൾ നന്നാവാൻ നമ്മൾ ദുആ ചെയ്യുന്ന വേണം. അല്ലാഹു അവരെയൊക്കെ നന്നാക്കട്ടെ.